Good morning to all. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ആദ്യത്തെ സെഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ PDE. ഓക്കെ, നമ്മൾ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഷോർട്ടാക്കി ഇനി മുതൽ PDE എന്നാണ് വിളിക്കുക. അപ്പം എന്താണ് PDE അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Partial differential equation is a mathematical equation that involves two or more independent variables, an unknown function which depends on these variables, and a partial derivatives of the unknown function with respect to the independent variable. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ അതായത് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് x1, x2 എക്സെട്ര വിചാരിക്കാം, xn. അപ്പൊ നമുക്ക് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ u ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x1, x2 എക്സെട്ര xn. ഇനി എന്ത് വേണം? ഇപ്പൊ u ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദീസ് വേരിയബിൾസ് x1 എക്സെട്ര xn. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഈ വേരിയബിൾ വെച്ചുള്ള അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് പലതരത്തിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ u ബൈ ഡോ x1, ഡോ u ബൈ ഡോ x2. ഓക്കെ, ഇത് മാത്രമല്ല സെക്കൻഡ് ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ u ബൈ ഡോ x1, ഡോ സ്ക്വയർ u ബൈ ഡോ x2 എക്സെട്ര അല്ലേ. അപ്പൊ ഈ u ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് x1 എക്സെട്ര xn അത് വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് പലതരത്തില് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഫംഗ്ഷൻ ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു u എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ u which depends on two variable x-ലും y-ലും ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് x and y ഇൻഡിപെൻഡന്റ് വേരിയബിൾ u is a dependent variable depends on x and y. അപ്പോൾ ഈ യുവിന്റെ വെച്ചിട്ടുള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം ഡോ സ്ക്വയർ u ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് ഡോ സ്ക്വയർ u ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇങ്ങനെ എഴുതിയതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് പിന്നെ എക്സ് വൈ എല്ലാം കൂടി ചേർന്ന് ഈക്വൽ ടു 1 ആണ്. ഈ 1-നാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് -1 ഈക്വൽ ടു 0 എന്നുള്ള മോഡൽ എഴുതാം. അപ്പൊ അത് നമ്മൾ ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി വേറെ ഒന്ന് വേണമെങ്കിൽ ഡോ u ബൈ ഡോ എക്സ് പ്ലസ് ഡോ u ബൈ ഡോ വൈ ഈക്വൽ ടു 1. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് പാർഷ്യൽ ഡെറിവേഷൻ ഇക്വേഷൻ പാർഷ്യൽ PDE നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ. ഇനി നമ്മളൊരു സാധാരണ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അകത്ത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും ഇത് രണ്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുണ്ട്? ഓർഡറും ഡിഗ്രിയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഓർഡർ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏത് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് വരുന്നത് നോക്കുക. അതിന്റെ ഓർഡറാണ് നമുക്ക് എന്ത് പറയാ? ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഉദാഹരണത്തിന് ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിൾ 1-നകത്ത് നമുക്ക് രണ്ട് ഡെറിവേറ്റീവ്സ്, രണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആകെ പാർഷ്യൽ ഡെറിവേറ്റീവിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 ആണ് വന്നിട്ടിരിക്കുന്നത് അല്ലേ. സോ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ് വരുന്നത്? 1 അല്ലേ. അപ്പൊ ഇതിന്റെ ഓർഡർ 1 ആണ്. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക്
ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു 0 ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നതെങ്കിൽ ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് 2 ആണ് വരുന്നത് അല്ലെ. സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നുണ്ട്. സോ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കി അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അങ്ങനെ അതിന്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ക്ലാസ്സിഫൈ. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ്? ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് ദ ഡിഗ്രി ഓഫ് ദി പി ഡി. നമ്മളെ തന്നിരിക്കുന്ന പി ഡിയിലെ അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡിഗ്രി എത്രയാണോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് പി ഡി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഹോൾ ക്യൂബ് ഈക്വൽ ടു 1 എന്ന് പറയും. ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ. ഇതിന്റെ കാരണം ഇതിന്റെ സെക്കൻഡ് ഓർഡർ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് ഇവിടെ 2 ആണല്ലോ. അതിന്റെ പവർ എത്ര വരുന്നത്? 3 ആണ്. ഓർഡർ 2 ഡിഗ്രി 3. അപ്പൊ ഇതാണ് നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ, അതുപോലെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് ഫോർമേഷൻ ഓഫ് പി ഡി. നമ്മൾ ഒരു പി ഡി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ഒരു നൊട്ടേഷൻ അതിനെ പറ്റി പറയാം. അപ്പൊ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ 1 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നല്ലോ. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ അതിനെ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊക്കെ എഴുതും അല്ലെ. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. ഇനി നമുക്ക് 2 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കുക. എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ നമ്മള് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്കിവിടെ ഒരു 2 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനാണ് z എന്ന് വിചാരിക്കുക. z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ. അപ്പൊ ഇവിടെ z എന്ന് പറയുന്നത് എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്ന് ഡോ z ബൈ ഡോ എക്സ് വരും, ഡോ z ബൈ ഡോ വൈ വരും അല്ലെ. ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ വരും അല്ലെ. പിന്നെ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ. പിന്നെ വരുന്നത് ഡോ സ്ക്വയർ z ഡോ വൈ ഡോ എക്സ്. നമ്മൾ ഈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ വരെയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വരെയുള്ളത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇതൊക്കെയാണ് വരിക അല്ലെ. ഒന്ന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഡോ z ബൈ ഡോ എക്സ്, ഡോ z ബൈ ഡോ വൈ. പിന്നെ സെക്കൻഡ് ഓർഡർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ. ഇത്രയും പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈന്റെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു നൊട്ടേഷൻ കൊടുക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡോ z ബൈ ഡോ എക്സ് ഡോ ഇങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിനെ പറ്റിയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോ അതിൽ നമുക്ക് പല സ്ഥലത്തും ഈ ഡോ z ബൈ ഡോ എക്സ് ഒക്കെ എഴുതേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. ആദ്യം ഇതിനെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോ z ബൈ ഡോ എക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ ക്യൂ എന്ന് പറയുന്നത് ഡോ z ബൈ ഡോ വൈനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും.
അതുപോലെ ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് എക്സ് സ്ക്വയർ, ഇതിനെ നമ്മൾ ആർ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് ആർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡോ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ, അതിനെ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ ഡോ വൈ ഡോ എക്സ്, ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടിനും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ആണ്, എസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എവിടെയെങ്കിലും ഡോ സെഡ് ബൈ ഡോ എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പി എന്നും, ഡോ സെഡ് ബൈ ഡോ വൈ ഉണ്ടെങ്കിൽ ക്യൂ, അതേപോലെ ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ എസ്, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആർ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ടി. ഇങ്ങനെയുള്ള ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് പി ഡി എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ സാധാരണ നമ്മൾ അതിന്റെ ഇത് ചെയ്യുന്ന ഇതാണ്, നമ്മൾ the partial differentiation can be formed either by elimination of arbitrary constants or by the elimination of arbitrary function from a relation involving or variable. Okay, ഇതാണ് നമ്മളെ ഫോർമേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ, അതിനകത്ത് അതിൽ വെച്ചിട്ട് നമ്മളൊരു PDE ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അതിലുള്ള അൺനോൺ കോൺസ്റ്റന്റ് അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ നോക്കണം, അല്ലെങ്കിൽ അതിലുള്ള അൺനോൺ അത് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ PDE ഫോം ചെയ്യണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഡിറൈവ് എ PDE ഫ്രം ദ ഇക്വേഷൻ ടു സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു PDE ഫോം ചെയ്യണം. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ PDE ഫോം ചെയ്യേണ്ടത് അതിലെന്തെങ്കിലും അൺനോൺ കോൺസ്റ്റന്റ്, ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അൺനോൺ ആർബിട്രറി ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു PDE ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ രണ്ട് അൺനോൺ കോൺസ്റ്റന്റ് എയും ബിയും ഉണ്ട് അല്ലെ, അപ്പൊ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു PDE ഫോം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഇവിടെ Z എന്ന് പറയുന്ന വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ, അതുപോലെ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്, ഇതാണ് നമ്മളവിടെ ഇക്വേഷൻ, ബോത്ത് സൈഡ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 2 ഇൻറ്റു ടു കോൺസ്റ്റന്റ് സെഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്താ വരിക, 2x ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരും. അതേപോലെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടുത്തെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒന്ന് എക്സ് ഒന്ന് വൈ ആണല്ലോ. അപ്പം എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിളിനെ അത് കോൺസ്റ്റന്റ് ആയിട്ടില്ല ട്രീറ്റ് ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡോ സെഡ് ബൈ 2 ക്യാൻസൽ ചെയ്യും. ഡോ സെഡ് ബൈ ഡോ എക്സിന്റെ അവിടെ നമ്മൾ നൊട്ടേഷൻ പി കൊടുത്തു കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റിലെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കിട്ടുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 1 ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതിവിടെ കിട്ടും. ഇനി ഇതേപോലെ ഫസ്റ്റില് ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു, ഇപ്പൊ നമ്മൾ എക്സിലാണല്ലോ ചെയ്തത്, ഇനി നമ്മൾ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഈ ഇക്വേഷൻ 1ന്റെ രണ്ട് സൈഡ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, യെസ് 2 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ
ഈക്വൽ ടു ഇവിടെ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ബൈ 0 അല്ലെ? കാരണം ബിക്കോസ് എക്സ് വൈനെ ഡിപ്പെൻഡ് ചെയ്തില്ല. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 2y ബൈ ബി സ്ക്വയർ. ഓക്കെ, 2 ക്യാൻസൽ. അപ്പൊ നമുക്ക് ഡോ സെഡ് ബൈ ഡോ വൈനെ നമ്മൾ ഏത് നൊട്ടേഷൻ? ക്യൂ എന്നുള്ള നൊട്ടേഷൻ വെച്ചാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. y ബൈ ബി സ്ക്വയർ, അതായത് 1 ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ക്യൂ ബൈ വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ആയില്ലേ നമുക്ക്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഈ 1 ബൈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് പി ബൈ എക്സ് എന്നും 1 ബൈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് പി ബൈ എക്സ്, അതുപോലെ 1 ബൈ ബി സ്ക്വയറിന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ ബൈ വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക അല്ലെ? അപ്പൊ അതായത് നമുക്ക് എന്ത് കിട്ടും? 2z is equal to പി എക്സ്, ഒരു എക്സ് ക്യാൻസൽ ചെയ്തു പി എക്സ്, ഇവിടെ ഒരു വൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ക്യൂ വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി ഇത് രണ്ട് എലിമിനേറ്റ് ചെയ്ത് പോയി ഒരു പാർഷ്യൽ ഇത് പാർഷ്യൽ ഡിഫറൻഷ്യൽ. കാരണം എന്താ? പി ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ? ഡോ സെഡ് ബൈ ഡോ എക്സ് ക്യൂ ഡോ സെഡ് ബൈ ഡോ. ഇങ്ങനെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് അതിന്റെ തന്ന ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡി. ഓക്കെ, ഇവിടെ നമ്മൾ എലിമിനേഷൻ ബൈ അൺനോൺ അല്ലെ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന രീതിയിലുള്ള ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അത് കമ്പ്യൂട്ട് ചെയ്ത്. നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പി ഡി ഫോം ചെയ്യുന്ന വേറൊരു മെത്തേഡ്. നമ്മൾ ആ തന്നിരിക്കുന്ന ഇക്വേഷനിലോ അല്ലെങ്കിൽ ഫംഗ്ഷനിലോ ഉള്ള ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഫോം the PDE partial differential equation from z is equal to x plus y into phi of x square minus y square. ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇവിടെ കണ്ടില്ലേ, z വീണ്ടും എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എക്സിലും വൈയിലുള്ളതെന്ന് മാത്രമല്ല, ഇവിടെ ഫൈ എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനും കൂടി അൺനോൺ ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈ ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഫൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതാണ് നമുക്കിവിടെ സെഡ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എന്തായിരിക്കും എലിമിനേറ്റ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഫൈ അല്ലെ? ഫൈനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു പി ഡി ഫോം ചെയ്യണം. അപ്പൊ നമ്മൾ വീണ്ടും സാധാരണ പോലെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെ കമ്പ്യൂട്ട് ചെയ്യണം. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഡോ സെഡ് ബൈ ഡോ എക്സ്, റൈറ്റ് സൈഡിൽ രണ്ട് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണല്ലോ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഫൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ into derivative of dou by dou x of phi of x square minus y square plus അത് കമ്പ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രൊഡക്റ്റ് റൂൾ പ്രകാരം വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരിക? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിലുള്ള ഫംഗ്ഷനാണ് ഫൈ. അതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയിൻ റൂൾ യൂസ് ചെയ്യണം അല്ലെ? ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ വരും ഫൈ പ്രൈം അല്ലെ? ഫൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫൈനെ വിത്ത് റെസ്പെക്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ചെയിൻ റൂൾ വരുമ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ്, അതിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ, അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് പ്ലസ് ഫൈ സെക്കൻഡ് ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ
into derivative of x plus y. Derivative of x plus y with respect to x ന്റെ ഡെറിവേറ്റീവ് 1, y ന്റെ ഡെറിവേറ്റീവ് with respect to x എന്താ വരിക 0 അല്ലേ, 1 ആണ് വരിക. അതായത് x plus y into 5 prime of x square minus y square into derivative of x square minus y square. അതെന്താണ് with respect to x വരുമ്പോൾ 2x. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും 0 അല്ലേ, പ്ലസ് ഫൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് വരുന്നത്, ഡോ സെഡ് ബൈ ഡോ എക്സ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലൊക്കെ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് പി അല്ലേ, ഇത് പി എന്ന് കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ എക്സിൽ ചെയ്തപ്പോൾ കിട്ടിയതാണിത്. ഇതേപോലെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, യെസ്, ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഓക്കെ, ഇതേപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ എന്തൊരു 5 പ്രൈം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ്, സോറി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ് വരിക, എക്സ് പ്ലസ് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അതൊരു എക്സ് പ്ലസ് വൈ ഇൻറ്റു 5 പ്രൈം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. അപ്പൊ എന്താ ഇവിടെ മൈനസ് 2y അല്ലെ, 0 മൈനസ് 2y പ്ലസ് 5 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്തൊരു 1. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. അപ്പൊ ഇതിന് ക്യൂ എന്നാണ് നമ്മുടെ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 2y ഇൻറ്റു എക്സ് പ്ലസ് വൈ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 5 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് രണ്ടാം ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ തന്നെ. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു 5 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിരുന്നത്. ഇതിന് വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്തപ്പോൾ ഇത് കിട്ടി, വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഓക്കെ, ഇതിൽ ഈ 5 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയും എന്താ കിട്ടിയത്, ഇതിൽ നിന്ന് സെഡ് ബൈ എക്സ് പ്ലസ് വൈ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. ഇക്വേഷൻ 2ല് നമുക്ക് 5 വരുന്നിടത്ത് എന്ത് ചെയ്യാം, ഈ സെഡ് ബൈ എക്സ് പ്ലസ് വൈ കൊടുത്ത് അതിനങ്ങ് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ പി, അത് മാത്രമല്ല ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുകയും ചെയ്യാം, ഇത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ പി മൈനസ് 5ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, സെഡ് ബൈ എക്സ് പ്ലസ് വൈ. കുറെ സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇത് എഴുതുന്നത്. ഈക്വൽ ടു, പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ എന്താണ് വരിക, എക്സ് പ്ലസ് വൈ ഇൻറ്റു 5 പ്രൈം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x അല്ലേ, 2x. ഇതേപോലെ ഇതിനകത്ത് ഇക്വേഷൻ 3ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ 5 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം സെഡ് ബൈ എക്സ് പ്ലസ് വൈ എടുക്കുക, അതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്നിട്ട് ക്യൂ മൈനസ് സെഡ് ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 2y ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു 5 പ്രൈം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടിയ രണ്ട് ഇക്വേഷനിൽ നമുക്കിപ്പം 5 ഓൾറെഡി എലിമിനേറ്റ് ആയി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 5 പ്രൈം താഴെ ഉള്ളത് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കി എന്താ കിട്ടുക,
അവിടെ 2 ക്യാൻസൽ ചെയ്ത് പോവും, എക്സ് പ്ലസ് വൈ ക്യാൻസൽ ചെയ്ത് പോവും. അവസാനം കിട്ടുന്ന ഇത് മാത്രം. ഏതാണ്? പി മൈനസ് സെഡ് ബൈ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് സെഡ് ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. അതിനെ ഇത് രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പി ഡി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ആർബിട്രറി ഫംഗ്ഷൻ ഇക്വേഷൻ എലിമിനേറ്റ് ചെയ്ത് ഒരു പി ഡി ഫോം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ PDF ഞാൻ നമ്മളെ ടെക്സ്റ്റിന്റെ തരുന്നുണ്ട്. അതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പിടിക്കുക. പിന്നെ അസൈൻമെന്റ് ഞാൻ തരുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.